ഹായ്, നമുക്കെല്ലാവർക്കും എപ്പോഴും സംശയമുള്ളതാണ് ജൈവ സ്ലറി പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കത് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമല്ലേ. പച്ചക്കറിക്കായാലും പൂച്ചെടികൾക്കായാലും ഒക്കെ നമുക്ക് ഈ പറഞ്ഞ വളങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ല, നമ്മുടെ വീഡിയോ മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഒരു 10 ദിവസം മുമ്പ് ജൈവ സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 7 ദിവസം കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ സ്ലറി കറക്റ്റാവും. പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് 10 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ ചെടികൾക്കും ഒഴിക്കുകയാണ്. അപ്പോൾ അതിൽ നമ്മളൊരു പ്രാവശ്യം അങ്ങനെ ചെയ്തു. രണ്ടാം പ്രാവശ്യം ഞാൻ അതിൽ വേറൊരു സാധനം കൂടി ആഡ് ചെയ്തു. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണിക്കാം. ഉണ്ട്, ഈ കവർ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഇതിലെന്താണെന്ന് പറയും, പച്ച ചാണകം. ഇത് നോക്കി, ഉണ്ട്, പച്ച ചാണകം. അതായത് നമ്മളിപ്പോൾ ചാണകം നമുക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ നമുക്ക് കിട്ടുക, അങ്ങനെ പച്ച ചാണകമൊക്കെ. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ഉണങ്ങാതിരിക്കാനായിട്ട് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലൊക്കെ ആക്കി വെച്ചാൽ ഇതിപ്പോൾ ഒരു 1.5 മാസമായി ഞാൻ വാങ്ങിച്ചിട്ട്. ഉണക്ക ചാണകത്തിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൽ നോക്കി, ഇതിപ്പോഴും പച്ച പോലെ തന്നെ ഇരിക്കണം. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും പച്ച പോലെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്ലറിയുടെ ബാക്കിയാണ്. ഒരു പ്രാവശ്യം ഒഴിച്ചു, അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതേ ടേസ്റ്റ് തന്നെ വേണ്ടാന്ന് വെച്ചിട്ട്, കാരണം ആർക്കായാലും ഭക്ഷണം വേറെ വേറെ ടേസ്റ്റ് കഴിക്കുമ്പോഴല്ലേ നല്ലത്. അപ്പോൾ ഇതിൻ്റെ അടിയിലത്തെ ചാണകം നോക്കി നിങ്ങൾ കണ്ട, ഇതിൻ്റെ അടിയിൽ കണ്ട ഇപ്പോഴും പച്ച പോലെ തന്നെയാണ്. കണ്ട, മണത്തിരി ഉണ്ടാവും. കണ്ട, പച്ച ചാണകം തന്നെയാണ്. കണ്ട. അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളിതിൽ കടലപ്പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ജൈവസ്ലറി. കുറച്ച് ശർക്കര ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതൊരു പ്രാവശ്യം നമ്മൾ എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അതിൽ എന്ത് ചെയ്തു, ഇപ്പോൾ കുറച്ച് പച്ച ചാണകം ഇട്ടു. കണ്ട. അപ്പോൾ ഇങ്ങനെ പച്ച ചാണകം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ അത്. കാരണം ഇങ്ങനത്തെ കവറിൽ അധികം വെയിൽ തട്ടില്ല, തണലത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും. എന്നുവെച്ചാൽ ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇപ്പോൾ ഇത് ഞാൻ ഇത്രേ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചധികം ഉണ്ടെങ്കിൽ കുറച്ച് നാളും കൂടി ഇരിക്കും. ഇനി ഇത് നമ്മൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കറിയാം, ചെടി വളരാൻ പൂച്ചെടികളാണെങ്കിലും നന്നായിട്ട് പൂവിടാനും കാ പിടിക്കാനും ഒക്കെ നല്ലതാണ് ഈ ഒരു സ്ലറി. ഇത് ഏത് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചാണകം ഇട്ടിട്ട് അതിനൊരു പുതിയൊരു രൂപത്തിൽ മാറ്റി. ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് പൊടി, അരിപ്പൊടിയൊക്കെ വീട്ടിൽ ബാക്കി ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഉണക്ക പയറുകൾ, കടലകളൊക്കെ ബാക്കി ഉണ്ടാവില്ലേ, അതും ഇതുപോലെ കുതിരാനിട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഏത് പുതിയ പുതിയ വളങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ വേസ്റ്റായിട്ട് വരുന്ന, നമ്മൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ അല്ലെങ്കിൽ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുമ്പോഴുള്ള പൊടികളില്ലേ, ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്കത് ഞാൻ പറഞ്ഞില്ലേ, 1-2 ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ എല്ലാം കളയരുത് കൊണ്ടുപോയിട്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷിച്ചൊരു നല്ല റിസൾട്ട് കിട്ടിയതാണ് ഈ പച്ചച്ചാണകം. അപ്പോൾ നിങ്ങളെ ഇതിന് മുൻപ് പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് എന്ത് ചെയ്യണം, ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികളുടെ കടക്കിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ പയറൊക്കെ ആകുമ്പോൾ നമുക്ക് തെളിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ചാണകത്തിൻ്റെ സ്മെല്ല് ഈ കീടങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഇത് നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, റോസ് അങ്ങനത്തെ ചെടികൾക്ക് നന്നായിട്ട് ഉപയോഗമാണ് കേട്ടോ ഈ ജൈവ സ്ലറി. ഞാനത് ഒഴിച്ചു കൊടുത്തത് പിന്നെയാണ് നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ അത് ഒഴിക്കേണ്ടത് കാണിക്കുന്നില്ല, കാരണം ഒരു ദിവസം വെച്ചിട്ട് ഒഴിക്കാം കേട്ടോ നമുക്ക്. ഈ ചാണകം, പച്ച ചാണകം ഉള്ളവർ, ഇല്ലെങ്കിൽ ഉണക്ക ചാണകത്തിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. ഇത്ര എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും ഇതിൻ്റെ ഒരു മുക്കാലുകൊക്കെ നമുക്ക് അതിന് ഗുണം കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.